ആരോഗ്യമന്ത്രി കെ മുരളീധരനെ പ്രതിപക്ഷം വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാണ് കഴിഞ്ഞ 2 ദിവസമായി കാണുന്നത്. നിപ രോഗം കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തിട്ടും മന്ത്രി അവിടെ പോയി ക്യാമ്പ് ചെയ്യുന്നില്ല എന്നതാണ് CPMന്റെ പരാതി. കൂടാതെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീനയെ സ്ഥലം മാറ്റിയതും CPMന് ഇഷ്ടപ്പെട്ടിട്ടില്ല. തലസ്ഥാനത്താണെങ്കിലും കോഴിക്കോട്ടെ കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് പ്രവർത്തിക്കുകയാണ് ആരോഗ്യമന്ത്രി. നിലവിൽ ഒരാൾക്ക് മാത്രമാണ് നിപ സ്ഥിരീകരിച്ചിരിക്കുന്നത്. രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ നടപടികളും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുമുണ്ട്. രോഗിയുടെ കുടുംബാംഗങ്ങളുടെ പരിശോധനാ ഫലം വന്നപ്പോൾ നെഗറ്റീവാണ്. സമ്പർക്ക പട്ടികയിലുള്ളവരെ കണ്ടെത്തി വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് മന്ത്രിക്കെതിരെ പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾ. നിപയെ CPM രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നാണ് മന്ത്രി കഴിഞ്ഞ ദിവസം വിമർശിച്ചത്. അതിനിടെ മന്ത്രി ഇന്ന് കോഴിക്കോടെത്തി അവലോകന യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിലെ സാഹചര്യത്തിൽ നിപയെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഒരു തരത്തിലും റിസ്ക് എടുക്കുന്നില്ല. 2018 കേസുമായി നിലവിലെ അവസ്ഥയെ താരതമ്യം ചെയ്യരുത്. നിപ ഈ നിമിഷം വരെ അപകടകാരിയല്ലെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ഡോക്ടർ റീനയ്ക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് മന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. 11-ാം തീയതി വൈകിട്ട് 5:30 ഞാൻ വാർത്താ സമ്മേളനം വിളിച്ചത്. അപ്പോൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസൾട്ട് എനിക്ക് ലഭിച്ചിട്ടില്ല. അതാണ് നിപ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ല എന്ന് പറഞ്ഞത്. എന്നാൽ റിസൾട്ട് അന്ന് 1 മണിക്ക് ലഭിച്ചിട്ടും യോഗത്തിൽ പങ്കെടുത്ത ഡോക്ടർ റീന എന്നെ അറിയിച്ചിരുന്നില്ല. വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് റിപ്പോർട്ട് ലഭിച്ച കാര്യം പറയുന്നത്. ഇക്കാര്യം ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അവർ സർക്കാരുമായി പൂർണ്ണമായി സഹകരിക്കുന്നില്ല. അങ്ങനെയൊരു DHSനെ ഞങ്ങൾക്ക് വേണ്ട. ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് റീനയെ മാറ്റിയത്. തുരപ്പൻ പണിയാണ് അവർ കാണിച്ചത്. DHSനെ മാറ്റണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സർക്കാരും മന്ത്രിയുമാണ്. മുൻ സർക്കാരും അവരുടെ താല്പര്യത്തിനനുസരിച്ച് DHSനെ മാറ്റിയിട്ടുണ്ട്. അതേ അധികാരം വെച്ചാണ് ഞങ്ങളും മാറ്റിയിരിക്കുന്നത്. അതിൽ CPM നിലവിളിക്കേണ്ട എന്ന കൃത്യമായ സന്ദേശമാണ് മന്ത്രി നൽകുന്നത്. വകുപ്പിൽ ഏകോപനത്തിന്റെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ചിലർ തുരപ്പൻ പണി കാണിക്കുന്നുണ്ട്. പിടിക്കുമെന്നതിന്റെ ഭാഗമായാണ് DHSനെ മാറ്റിയത്. ഇനി അതിനെക്കുറിച്ച് ചർച്ചയില്ല. മന്ത്രിയുടെ ഓഫീസിന് യാതൊരു കുഴപ്പവുമില്ല. DHSനെ മാറ്റുന്നത് മന്ത്രിയുടെ വിവേചനാധികാരമാണ്. അതിൽ മാറ്റമില്ല എന്ന് പറഞ്ഞാണ് മന്ത്രി വാർത്താ സമ്മേളന വേദി വിട്ട് മടങ്ങിയത്. മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. ഞാൻ ഇടയ്ക്ക് വന്നു പോയിക്കൊണ്ടിരിക്കും. ഇന്ന് ഞാൻ ഇവിടെ തന്നെ അത്യാവശ്യം എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. ഇത് ഏതായാലും അമേരിക്കയിലേക്ക് പോകുന്ന ദൂരമില്ലല്ലോ. തിരുവനന്തപുരം കോഴിക്കോട് പോയിട്ട് വന്ദേ ഭാരത് ഉണ്ട്, ഫ്ലൈറ്റ് ഉണ്ട്. ഏതായാലും അറ്റ് പ്രസൻറ്റ് ഇവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല. ഇനി അങ്ങനെ വന്നാൽ വരും. നിങ്ങൾക്ക് ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാം. DHSനെ ബന്ധപ്പെടാം, DMEനെ ബന്ധപ്പെടാം. എല്ലാ ദിവസവും 5:30 മണിക്ക് ഞാൻ പ്രശ്നം നോക്കണം. എങ്ങനെ DMO 2-3 ജില്ലകളിൽ ബാക്കിയുണ്ട്. അത് വെക്കും. ഇപ്പോഴത്തെ DMO നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചാർജുള്ള DMO. ഏതാ ഡോക്ടർമാർക്ക് ഈ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നവർക്കാണ് പ്രയാസം ഉണ്ടാവുക. ഞങ്ങൾക്ക് ഇത് കുറേ പരിചയിച്ച എന്നെ സംബന്ധിച്ച് എനിക്കറിയാം. ഇത് ഇപ്പം കേൾക്കുന്നത് വെറും ചാറ്റൽ മഴ മാത്രമാണെന്നും ഇടി വെട്ടിയിട്ടുള്ള മഴ പുറകെ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ പാവം ഡോക്ടർമാർക്ക് അറിഞ്ഞൂടാ. ഇത്ര മതി. ഇനി നമുക്ക് കാണാം. ഇത്ര മതി. DHSനെ മാറ്റുന്ന കാര്യമൊക്കെ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷണറി പവറാണ്.